എടാ മോനെ, ഒറ്റയ്ക്ക് പടനയിച്ചവനാ, യോദ്ധാവിനെ പോലെ പോരാടിയവനാ, പൊരുതി നേടിയതാ. ഒരു മലയാളി എന്ന നിലയിൽ, അതിലുപരി ഒരു സഞ്ജു ആരാധകൻ എന്ന നിലയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് ദി റിയൽ ക്രിക്കറ്റ് ഹീറോ ഓഫ് കേരള സഞ്ജു വിശ്വനാഥ് സാംസൺ ഇന്ത്യൻ വേൾഡ് കപ്പിൽ സ്ക്വാഡിൽ ഉണ്ടാകുമോ ഇല്ലേ എന്നതായിരുന്നു. വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ മനസ്സും കണ്ണും ആനന്ദത്താൽ നിറഞ്ഞിട്ടുണ്ട്. നീണ്ട 13 വർഷത്തിന് ശേഷം ഒരു മലയാളി സാന്നിധ്യം T20 വേൾഡ് കപ്പിൽ കളിക്കുന്നു എന്നത് നമ്മുടെ സ്വന്തം സഞ്ജു. ഇപ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ് എന്നതായിരുന്നു എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, ഈ IPL സീസണിൽ അദ്ദേഹം ഒരു ചാമ്പ്യനെ പോലെയാണ് കളിക്കുന്നത്. ഇതിഹാസങ്ങൾ പലവരും ഭരിച്ചിരുന്ന ഒരു ടീമിൻ്റെ നായകനാണ് ഇന്ന് അവൻ. അവനെയാണോ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ തോറ്റുപോകുന്നത് നിങ്ങളാകും. കാരണം അവഗണനയുടെയും വിമർശനങ്ങളുടെയും അഗ്നിഗോളങ്ങളിൽ നിന്ന് ഫിനിഷ് പക്ഷിയേക്കാൾ വേഗത്തിൽ ഉദിച്ചുയർന്നവൻ്റെ പേരാണ് സഞ്ജു. എപ്പോഴും നിങ്ങൾക്ക് അവനെ അവഗണിക്കാൻ സാധിക്കില്ല. അത്രമാത്രം നിസ്വാർത്ഥമായ കഠിനാധ്വാനത്തിൻ്റെ കഥകൾ പറയാനുണ്ട് ഈ നാളത്രയും സഞ്ജുവിൻ്റെ ക്രിക്കറ്റ് യാത്രയിൽ. സഞ്ജുവിൻ്റെ സ്ഥാനം സെലക്ടർമാർ നൽകിയ സമ്മാനമല്ല, സഞ്ജു അത് പിടിച്ചു വാങ്ങിയത് തന്നെയാണ്. സമീപകാലത്ത് ഇത്രയും മികച്ച ഫോമിൽ കളിച്ചുകൊണ്ട് നിൽക്കവേ സഞ്ജുവിനെ തഴയാൻ എങ്ങനെയാണ് സെലക്ടർമാർക്ക് സാധിക്കുക? പലപ്പോഴും സാധ്യതാ സ്ക്വാഡുകളെ പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജു ഇടം പിടിക്കാറുണ്ട്. എന്നാൽ അന്തിമ 11ലേക്ക് വരുമ്പോൾ, അന്തിമ സ്ക്വാഡിലേക്ക് വരുമ്പോൾ മുട്ടാമുടുക്ക ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവനെ ഒഴിവാക്കലായിരുന്നു പതിവ്. നാളിതുവരെ സഞ്ജു തകർന്നിട്ടില്ല. നീ എത്ര വലിയൊരു പ്രചോദനമാണ് രാജ്യത്തിൻ്റെ തെരുവീതികളിൽ ക്രിക്കറ്റിൻ്റെ ബാല്യപാഠം പഠിക്കുന്ന ആയിരങ്ങൾക്ക്. നീ എത്രയോ വലിയ പ്രചോദനമാണ്. എത്ര അവഗണനകളോടാണ് പോരാടി അയാൾ വിജയിച്ചു വരുന്നത്. ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്രയും നന്നായിട്ട് സ്പിൻ ബോളിനെയും ഫാസ്റ്റ് ബോളിങ്ങിനെയും ഒരേപോലെ പ്രഹരിക്കാൻ ശേഷിയുള്ള വിരലിലെണ്ണാവുന്ന കളിക്കാരിൽ ഒരാളായി സഞ്ജു പരിവർത്തനപ്പെട്ടിരിക്കുന്നു. ഉത്തരേന്ത്യൻ ലോബികളുടെ മുന്നിൽ ചെന്ന് അവസരങ്ങൾക്ക് വേണ്ടി കൈകൂപ്പാതെ ആത്മാഭിമാനത്തോടുകൂടി കഠിനാധ്വാനത്തിൽ തൻ്റെ കളിശൈലിയിലൂടെ ഇന്ത്യൻ ടീമിൽ അവസരം വേണമെന്ന് നിരന്തരം ബാറ്റിങ്ങിലൂടെ ശബ്ദിച്ചു കൊണ്ടിരുന്ന മലയാളിയുടെ ആത്മബോധത്തിൻ്റെ പേരാണ് സഞ്ജു വിശ്വനാഥ് സാംസൺ. ദ സൂപ്പർ ഹീറോ ഓഫ് കേരള ക്രിക്കറ്റ് നിർഭാഗ്യത്തിൻ്റെ ഉദാഹരണമായി സഞ്ജു മാറിയിരുന്ന കാലം നാം എത്രയോ കണ്ടവരാണ്. പലപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ T20 മാമാങ്കങ്ങളിൽ ഒന്നായ IPLൽ ലോകോത്തര ബോളർമാരെ ഒരു കൂസലുമില്ലാതെ അതിർത്തികൾ പറഞ്ഞയക്കുന്നത് നാം എത്രയോ കണ്ടതാണ്. ഇത്ര എളുപ്പമാണോ 6 അടിക്കാൻ എന്ന് സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കണ്ടാൽ നമുക്ക് തോന്നിപ്പോകും. നേരിടുന്ന ആദ്യ ബോൾ മുതൽ ഹാർഡ് ഹിറ്റിംഗ് നടത്തുവാൻ കഴിവുള്ള പ്രതിഭയുള്ള വിരലിലെണ്ണാവുന്ന താരങ്ങളിൽ ഒരാളാണ് സഞ്ജു. വെറും കാടനടിയും ഒന്നുമല്ല സഞ്ജുവിൻ്റെ ഫേവറേറ്റ്, മനോഹരമായ ടൈമിംഗ്. സഞ്ജുവിൻ്റെ ട്രേഡ് മാർക്ക് ബാറ്റിൻ്റെ ബ്യൂട്ടി സ്പോട്ടിൽ നിന്ന് പായുന്ന ക്ലീൻ ഹിറ്റുകളാണ്. ലോഫ്റ്റഡ് ഷോട്ടുകളും കവർ ഡ്രൈവുകളും ഓൺ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും എത്ര മനോഹരമായാണ് സഞ്ജു ബാറ്റ് ചെയ്യുന്നത്. വിമർശകരെ പോലും ആരാധകരാക്കി മാറ്റുന്ന പക്ക ക്ലാസിക് ടൈമിംഗ് ബാറ്റ്സ്മാൻ. ഒരു ബോളർമാരെയും ഭയപ്പെടാതെ നേരിടുന്ന ആദ്യ ബോൾ മുതൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ബാറ്റ്സ്മാൻ. എത്രയോ ഇതിഹാസങ്ങൾ പറയുന്നു സഞ്ജു ഇന്ത്യൻ ടീമിൻ്റെ സ്ഥിരസാന്നിധ്യമാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നത്. ഭാവിയിൽ ഈ നീലക്കുപ്പായക്കാരുടെ കപ്പിത്താനാകാൻ സഞ്ജുവിന് സാധിക്കട്ടെ. ഓരോ മലയാളികളുടെയും സ്വപ്നം സഞ്ജു ഈ നീലക്കുപ്പായക്കാരുടെ കപ്പിത്താനായി വരുന്നതാണ്. ഏറ്റവും അവസാനം ഇന്ത്യ T20 വേൾഡ് കപ്പിൽ മുത്തമിടുമ്പോൾ സഞ്ജുവിൻ്റെ ബാറ്റിൻ്റെ ബ്യൂട്ടി സ്പോട്ടിൽ നിന്നാകട്ടെ ആ വിജയ റണ്ണെന്ന് ഓരോ മലയാളികളും ഇന്ന് സ്വപ്നം കാണുകയാണ്. എല്ലാവിധ ഭാവങ്ങളും